നെക്സ്റ്റ് ഒരു എസ്സേ ആണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ വാക്കിംഗ് ടൂർസ് ബൈ R.L. സ്റ്റീവൻസൺ. അതൊരു എസ്സേ ആണ് കേട്ടോ. അത് വളരെ സിമ്പിളാണ്. സമ്മറി മാത്രം അറിഞ്ഞിരുന്നാൽ മതിയുടെ ഇതിൻ്റെയൊക്കെ. R.L. സ്റ്റീവൻസൻ്റെ വാക്കിംഗ് ടൂർസ് എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ എങ്ങനെ നടക്കണം, നമ്മളിപ്പോൾ ഒരു ഈവനിങ് വാക്കിനോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്കിനോ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ നടക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ഒരു ഗൈഡാണ്. ഒരു എന്താ പറയുക, എങ്ങനെ നമ്മൾ നടക്കണം, ഒരാൾ എങ്ങനെ നടക്കണം, എന്തൊക്കെ ആലോചിച്ച് നടക്കണം, എങ്ങനെയൊന്നും നടക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഈ ഒരു എസ്സേക്കകത്ത് R.L. സ്റ്റീവൻസൺ നമുക്ക് തരുന്നത്. അപ്പോൾ നോക്കിക്കോ, എസ്സേ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൈൻഡ് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ ആണ് എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു റൈറ്റർ അല്ലെങ്കിൽ എസ്സേയിസ്റ്റ് പറയുന്നത്, R.L. സ്റ്റീവൻസൺ. അപ്പോൾ ഇനി അദ്ദേഹം പറയുവാണ്, നമ്മളിപ്പം ഒരുപാട് ദൂരമാണ് നടക്കുന്നത്, അതായത് ഒരുപാട് മൈൽസൊക്കെയാണ് നമ്മൾ നടക്കുന്നതെന്ന് നമ്മളിങ്ങനെ മൈൻഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെയധികം ടയർഡായിട്ട് നമുക്ക് ആദ്യമേ തന്നെ എന്ത് ചെയ്യും തോന്നും. സോ നമുക്ക് ഈ ഒരു എസ്സേ വായിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു വാക്കിന് പോയി എന്നുള്ളൊരു എഫക്റ്റാണ് ഈ ഒരു എസ്സേ നമുക്ക് തരുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഹോപ്പോടുകൂടിയും പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡോടുകൂടി തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വാക്കിങ് നടത്താൻ. എന്നാൽ മാത്രമേ നമുക്കത് നമ്മുടെ സ്പിരിറ്റിനും നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും അതൊരു പീസ്ഫുൾനെസ് തരുത്തുള്ളൂ. ഓക്കെ. അപ്പോൾ പ്ലഷർ നമുക്ക് വാക്കിങ്ങിലൂടെ നമ്മൾ ആദ്യമേ എന്ത് കണ്ടെത്തണം? പ്ലഷർ കണ്ടെത്തണം എന്നാണ് ആര് പറയുന്നത്? പോയിറ്റ് പറയുന്നത്. നമ്മൾ ലാൻഡ്സ്കേപ്പും നല്ല അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസിൻ്റെ അടുത്തൂടെയൊക്കെ നമ്മൾ നടക്കാൻ ശ്രമിക്കുക. ദെൻ അടുത്ത പോയിന്റ് എന്താണെന്നാണ് പറയുന്നത്? ഓവറായിട്ട് നമ്മൾ വാക്ക് ചെയ്യരുത്. അടുത്ത ടൈപ്പ് ഓഫ് വാക്കർ ആരാണ്? ഓവർ വാക്കർ. അവർക്ക് എന്താണ്, ഇപ്പം ഈ ഒരു ട്രാവലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വാക്കിൻ്റെ പർപ്പസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. അവർ ചുമ്മാ അങ്ങ് ഭയങ്കര സ്പീഡിൽ അങ്ങ് നടന്നു പോകും. അതായത് വളരെയധികം ടയേർഡ് ആവുന്ന രീതിയിൽ ഇവരങ്ങ് നടക്കും. അങ്ങനെ ഒരു ഓവർ വാക്കറായി മാറരുത്. അതായത് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമ്മളെ തന്നെ നമ്മുടെ ബോഡിയെ തന്നെ എന്ത് ചെയ്യരുത്, ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യരുത്. അപ്പോൾ ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഈവനിങ് സ്കൈയോ അല്ലെങ്കിൽ ആ ഒരു ജേണിയോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്രീഷിയേറ്റ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ തിരിച്ച് വീട്ടിൽ വന്നാലും എന്താണ്, ഇയാൾ ഫിസിക്കൽ എക്സോഷൻ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഇയാൾ വളരെയധികം ടയേർഡായി പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ഓവർ വാക്കർ ആവരുത്. മൂന്നാമത്തെ എന്താണ്, നമ്മൾ വാക്കിങ്ങിനെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ എലോൺ. ഒറ്റയ്ക്ക് തന്നെ പോകണം. നമുക്ക് കമ്പനിയോ അല്ലെങ്കിൽ വേറൊരാളോ ഉണ്ടെങ്കിൽ അതൊരുമാതിരി പിക്നിക്ക് പോലെ ആയിപ്പോവും. സോ നമ്മൾ എന്ത് ചെയ്യണം? വാക്കിംഗ് ടൂർ എന്ന് പറയുന്നത് എന്താണ്? ആ ലിബേർട്ടി, അതിൻ്റെ ഒരു ഫ്രീഡം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി, അതായത് നടക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ വേണം നമ്മൾ നടക്കാൻ. ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. ദെൻ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ടൂറിൽ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. എന്താണ്, ഇത് മതി, നടക്കണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷോർട്ട് ബ്രേക്സ് എടുത്ത് നമ്മൾ നടക്കണം എന്നാണ് പറയുന്നത്. അതായത് 3 തവണയെങ്കിലും നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് പാട്ടൊക്കെ പാടി വേണം നമ്മൾ നടക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ മൂഡിനെയും സ്പിരിറ്റിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും എന്നാണ് ആര് പറയുന്നത്? R.L. സ്റ്റീവൻസൺ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വെറീസോ ആൻസൈറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? നമ്മൾ ഒരിക്കലും ഹാപ്പി ആവത്തില്ല നമ്മൾ വളർന്നു. അപ്പോൾ ഈ നടക്കാൻ നേരത്ത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആലോചിക്കാവൂ. അല്ലാതെ നമ്മൾ ഈ സങ്കടങ്ങളും മനസ്സിലായത് ആൻസൈറ്റീസും അതുപോലെ തന്നെ വറീസും മനസ്സിലിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജേണി, ആ ഒരു വാക്ക് തന്നെ എന്ത് പറ്റും? ഒരു നെഗറ്റീവ് എനർജി പോലെ നമുക്ക് തോന്നും. ഇനി അടുത്ത എക്സാമ്പിൾ എന്താണ്? അപ്പോൾ നമ്മൾ നടക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് ചുറ്റിനും ആര് കാണും? ഫെയറേഴ്സ് കാണും. ഫെയറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതുപോലെ നടക്കുന്ന ആളുകൾ തന്നെ. നമ്മളിപ്പം ഒരു ലൊക്കേഷൻ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ആളുകളൊക്കെ എന്ത് ചെയ്യും? നടക്കാൻ വേണ്ടിയൊക്കെ കാണും. അതിൽ നല്ലപോലെ സ്പീഡിൽ വാക്ക് ചെയ്യുന്ന ആൾ കാണും, വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് വാക്ക് ചെയ്യുന്ന ആളുകൾ കാണും. അതുപോലെ തന്നെ ഓരോ കനാല് കാണുമ്പോഴും, ഓരോ ഡ്രാഗൺ ഫ്ലൈ കാണുമ്പോഴും, ഓരോ ഗേറ്റ് കാണുമ്പോഴും, ഓരോ പശുവിനെ കാണുമ്പോഴും നിർത്തി അതിനെയൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന ആളുകളും കാണും. പിന്നെ ആര് കാണും? പിന്നെ അടുത്ത കാറ്റഗറി എന്താണ്? വളരെയധികം സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഒക്കെ നടക്കുന്ന ആളുകൾ കാണും. പിന്നെ ആര് കാണും? വളരെയധികം പാഷനേറ്റ് ആയിട്ട് ആർട്ടിക്കിൾസിനെയൊക്കെ, അതായത് ഇപ്പം ഈ എഴുത്തുകാരൊക്കെ നടക്കാൻ പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവർ നല്ലപോലെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് വേണമെങ്കിൽ ഒരു കവിതയൊക്കെ എഴുതി വളരെയധികം പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന ആളുകളും കാണും. സോ ഇതൊക്കെയാണ് 4 ടൈപ്സ് ഓഫ് വാക്കേഴ്സ് എന്ന് പറയുന്നത്. അവരെ വാക്കേഴ്സ് എന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, ഫെയറേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ നടക്കാൻ പോകുമ്പോൾ കാണുന്ന 4 ടൈപ്പ് ഓഫ് കാറ്റഗറി ആളുകളെ. ഇനി വേറൊരാളെന്താണ്? ദർ വിൽ ബി ഓൾസോ ദാറ്റ് പേഴ്സൺ ഹു വിൽ സിങ് ഈവൻ ദോ ഹീസ് നോട്ട് എ മാസ്റ്റർ ഇൻ ദാറ്റ് ആണ്. നടക്കാൻ പോകുമ്പോൾ വലിയ പാട്ടുകാരൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ പാട്ട് പാടി നടക്കുന്ന ആളുകളും കാണും. പിന്നെ അടുത്ത ആരാണ്?
ഇയാൾ പാട്ട് പാടി നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇയാളെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ കാണുവാണെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും, ഇയാൾക്ക് ഭ്രാന്താണെന്നോ അല്ലെങ്കിൽ ഇയാളെന്തോ മെൻ്റലി എന്തോ അൺസൗണ്ട് ആണെന്നേ നമ്മൾ വിചാരിക്കത്തുള്ളൂ. സോ പാസേഴ്സ് ബൈ നടക്കുമ്പോൾ എന്ത് ചെയ്യണം, അതായത് ഇതുപോലെ നടക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, വോക്കേഴ്സ് നടക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പാട്ട് പാടാനൊക്കെ അറിയാമെങ്കിൽ മനസ്സിലങ്ങ് പാടിയാൽ മതി. അല്ലാതെ ഇതിപ്പോൾ വേറൊരു സാധാരണപ്പെട്ടൊരു മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാലും വിചാരിക്കും എന്താണോ ഇയാൾ ഒറ്റയ്ക്ക് പാടി നടക്കുന്ന ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, പിന്നെ അടുത്ത എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ നമ്മൾ നടക്കാൻ പോകുമ്പോൾ എന്താണ്, പ്ലസൻറ്റ് തിങ്സുമായിട്ട് സറൗണ്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഓടാൻ ശ്രമിക്കുക, ചാടാൻ ശ്രമിക്കുക, എന്താണ് ലാഫ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ ചെയ്യണം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ എസ്സേയിസ്റ്റ് പറയുന്നത്. പിന്നെ എസ്സേയിസ്റ്റ് പിന്നെ പറയുന്ന കാര്യം എന്താണ്, അദ്ദേഹം ഈ നടക്കാൻ പോകുന്ന ചില ആളുകൾ നടക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓടുകയും ചാടുകയൊക്കെ ചെയ്യും, ചിലർ അതിൻ്റെ ഇടയ്ക്ക് എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തുള്ള ആളുകളെ ഈ നമ്മുടെ എസ്സേയിസ്റ്റിന് ഇഷ്ടമല്ല. അദ്ദേഹം പറയുന്നത് ഈ ഒരു റിഥം, നമ്മൾ നടക്കുന്ന ആ ഒരു നാച്ചുറൽ റിഥവും നമ്മുടെ റെസ്പിറേഷനും ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓടുകയും ചാടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്രേക്ക് ആവും എന്നാണ് ആര് പറയുന്നത്, എസ്സേയിസ്റ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ നടന്നിട്ട് പെട്ടെന്ന് നമ്മളൊരു ചാടിയോ പെട്ടെന്ന് നമ്മൾ ഓടിയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ബോഡിയുടെ നാച്ചുറൽ ഋതവും അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേഷനും ഒക്കെ അതെന്താവും എന്നാണ് പറഞ്ഞേക്കുന്നത്, പ്രശ്നമാവും എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്, പോയിട്ട് പറഞ്ഞേക്കുന്നത്. ഈ ഒരു വാക്കിംഗ് ടൂർ കൊണ്ടുള്ള ഗുണം എന്താണ്, നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിസിക്കൽ വെൽബീയിങ് കിട്ടും അല്ലേ, ഫ്രഷ് എയർ നമുക്ക് കിട്ടും, നമ്മുടെ മസിൽസും നമ്മുടെ ബോൺസും ഒക്കെ നല്ലപോലെ കോൺട്രാക്ട് ചെയ്യും, റിലാക്സ്ഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, സോളിറ്റ്യൂഡ് നമുക്ക് കിട്ടും. കാരണം എന്താ, ഇദ്ദേഹം ഒറ്റയ്ക്ക് നടക്കാൻ പറയുന്ന ആളാണ് ആര്, നമ്മുടെ എസ്സേയിസ്റ്റ്. പിന്നെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, നമ്മൾ ഈ നടക്കാൻ പോകുമ്പോൾ ചിലരുണ്ടല്ലോ ഈ ബാക്ക് പാക്സ് ഒക്കെ കൊണ്ടുപോകത്തില്ലേ, അതിന് വേറൊരു പേരാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞേക്കുന്നത്, ബിബൂക്കാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബിബൂക്കാസെന്നോ അല്ലെങ്കിൽ ബിബൂക്കാസെന്നോ ഒക്കെ നമുക്ക് ആ ഒരു വേർഡിനെ പറയാം. BIVOUACS, ബിബൂക്കാസ് എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഈ നടക്കുമ്പോൾ ഈ ടെൻ്റൊക്കെ കൊണ്ടുപോകുന്ന ആളുകളില്ലേ, നമ്മൾ ടെൻ്റ് അടിക്കാനൊക്കെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളൊരു ബാഗ് കൊണ്ടുപോകത്തില്ലേ, ആ ബാഗിനെയോ അല്ലെങ്കിൽ നമ്മൾ ആ ക്യാമ്പിങ്ങിൻ്റെ ആ ഒരു മെറ്റീരിയൽസിനെയൊക്കെ നമുക്ക് ബിബൂക്കാസ് എന്ന് പറയാം. അത് വാക്കിംഗ് ടൂറിൽ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിട്ട് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നടന്ന് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെത്തി, നമുക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ടെൻ്റ് അടിച്ചെങ്കിൽ കുറച്ച് ഒരു രാത്രി ഒരു ഈവനിങ്ങോ നമുക്ക് അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ലോ ഡൗൺ ചെയ്ത് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ടൈം കുറേ കൂടി നമുക്ക് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ, അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇംഗ്ലണ്ടിലെ കാര്യമാണ് പറയുന്നത്. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ആ സമയത്ത് ഈ ഒരു എസ്സേ എഴുതിയ സമയത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുവാണ്. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് നേച്ചറിനെയൊക്കെ എന്താ പറയുക, ബ്യൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടോ, എല്ലായിടത്തും കുറേ കരിയും പുകയും മെഷീൻസും ഇൻഡസ്ട്രീസും വർക്കിംഗ് ക്ലാസ് പീപ്പിളും എല്ലാം ആണ്. സിറ്റീസിൽ ഫുൾ അതാണ്. നമ്മൾ കുറച്ചും കൂടി വില്ലേജ് സൈഡിലോട്ട് വരുമ്പോഴാണ് നേച്ചറിനെയൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് നടക്കാൻ പോകാനൊക്കെ ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴേ നമുക്ക് തോന്നത്തുള്ളൂ. സോ പറയുവാണ്, നമ്മൾ അങ്ങനെ ഒരു ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, കുറച്ച് നേരം അവിടെ താമസിച്ച് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെയുള്ള ബിബൂക്കാസൊക്കെ നമ്മൾ കൊണ്ടുപോകണം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ എസ്സേയിസ്റ്റ് പറയുന്നത്. കാരണം ആളുകൾ ടൈമിൻ്റെ പിന്നാലെ ഓടുവാണ്, അതായത് പൈസയുടെ പിന്നാലെ നമ്മൾ ഓടുവാണ്. സോ വി ആർ ഫോർഗെറ്റിംഗ് ടു ലിവ് ദ ടൈം. അതുകൊണ്ട് സമയം നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ക്യാമ്പിങ്ങിനൊക്കെ പോകണം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ എസ്സേയിസ്റ്റ് പറയുന്നത്. പിന്നീട് അദ്ദേഹം എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത്, എങ്ങനെയാണ്, നമ്മുടെ ഒരു ലോങ് വാക്കിന് ശേഷം നമ്മൾ നല്ലൊരു റെസ്റ്റ് എടുക്കണം എന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. നമ്മൾ നേച്ചറിൻ്റെ ഇടയിൽ വേണം നമ്മൾ റെസ്റ്റ് എടുക്കാൻ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിയുള്ള എല്ലാ വറീസിനെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ലൈഫിലുള്ള എല്ലാ വറീസിനെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലീവ് ഔട്ട് ചെയ്യണം. നമ്മൾ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഈ ഒരു ഈവനിങ് വാക്കിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം ലീഡ് ചെയ്തത്, നമ്മുടെ വറീസൊക്കെ എങ്ങോട്ടോ മാഞ്ഞു പോയല്ലോ ഈ ഒരു വാക്കിന് ശേഷം, നമുക്ക് ഫിസിക്കലായിട്ട് കുറച്ച് സ്ട്രെങ്ത് കിട്ടിയ പോലൊക്കെ തോന്നും. സോ അങ്ങനെയുള്ള ഒരു റിഫ്ലക്ഷൻ നമുക്ക് അത്യാവശ്യമാണ്, ഒരു സെൽഫ് റിഫ്ലക്ഷൻ നമുക്ക് ഒരു വാക്കിന് ശേഷം നമുക്ക് അത്യാവശ്യമാണ്. നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലൈഫിനെ കുറിച്ച് ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എന്നാണ് ആര് പറയുന്നത്, എസ്സേയിസ്റ്റ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പൈസയുടെ പുറകെയും നമ്മൾ ഡിസയറിൻ്റെ പുറകെയും നമ്മൾ ഗ്രീഡിൻ്റെ പുറകെയുമാണ്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് എന്തുമാത്രം ചെറുതാണെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. സോ ഈ ഒരു എസ്സേയിസ്റ്റ് എന്താണ് പറയുന്നത്, നമ്മൾ വളരെ ഹറിയിലാണ് അല്ലേ, നമ്മൾ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, നമ്മൾ ജീവിക്കാൻ എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു. നമ്മൾ
എന്താണ് എർത്തിൽ നമുക്ക് ഏറ്റവും അധികം വളരെ കുറവായിട്ടുള്ള ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫാണ് നമുക്ക് എർത്തിലുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, എർത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ വറീസിനെ മാറ്റി വെച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഒരു ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹാപ്പിനെസ് കിട്ടും. ലൈഫിനെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് എന്താണ് പോയിട്ട് പറയുന്നത്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആണോ എന്ന് ചിന്തിക്കുക, നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ഈ വേൾഡിൽ നിന്ന് നമ്മൾ മരിക്കാൻ നേരത്തെ നമുക്കപ്പോൾ ആലോചിക്കാം, നമ്മൾ നല്ലപോലെ ജീവിച്ചിട്ടാണോ നമ്മൾ മരിക്കുന്നത് എന്നൊക്കെയുള്ള പ്രൊഫൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് വേണം നമ്മൾ നടക്കാൻ നേരത്തെ നമ്മൾ ആലോചിക്കാൻ. ചിലതിനൊന്നും നമുക്ക് ആൻസർ കിട്ടണമെന്നില്ല, ചിലതിനൊക്കെ ചിലപ്പോൾ ആൻസർ കിട്ടിയെന്നും ഇരിക്കും. പക്ഷേ എന്താണ് വേണ്ടത്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ചിന്തിക്കുകയെങ്കിലും വേണം, നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുകയെങ്കിലും വേണം എന്നാണ് ആര് പറയുന്നത്, എസൈസ്റ്റ് പറയുന്നത്. അപ്പോൾ ടൈം ബെറ്റർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതായത് ഇങ്ങനെയുള്ള വാക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ലൈഫ് നല്ലപോലെ എങ്ങനെ ആവണം എന്തൊക്കെയുള്ളൊരു ചിന്തകൾ നമ്മുടെ ലൈഫിൽ വന്ന് നിറയും എന്നാണ് ആര് പറയുന്നത്, R.L. സ്റ്റീവൻസൺ പറയുന്നത്. നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും നമ്മുടെ ഒക്കെ ഒരു റെസ്റ്റ് കൊടുക്കണം ഇങ്ങനെയുള്ളൊരു വാക്കിലൂടെ എന്നാണ് ആര് പറയുന്നത്, R.L. സ്റ്റീവൻസൺ പറയുന്നത്. ഓക്കെ.